നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടോ? ഓക്കെ, സോ നമുക്ക് ചെക്ക് ചെയ്യാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്? പേജ് ഓഫ് കപ്സ്, റൊമാൻറ്റിക് എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ലെറ്റ്സ് ചെക്ക് എന്താണ് നമുക്ക് കാർഡ്സ് വരുന്നത് നോക്കാം. Two of Wands, Star card, Four of Swords, Ten of Pentacles, Fool card. Then Five of Wands and bottom of the deck, Knight of Wands, and middle of the deck, Two of Pentacles. See, ഇവിടെ എനർജി സൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏരീസ്, ലിയോ ആൻഡ് സജിറ്റേറിയസ് എനർജീസ് ഇവിടെ പ്രസൻ്റ് ആണ്. ദെൻ ജെമിനൈ, ലിബ്ര, അക്വേരിയസ്, എയർ സൈൻ എനർജി ആക്റ്റീവ് ആണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ലിറ്റിൽ ബിറ്റ് ആക്റ്റീവ് ആണ്. ആൻഡ് അതുപോലെ തന്നെ വാട്ടർ സൈൻ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് ആക്റ്റീവ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് കുറച്ച് കാർഡ്സ് കൂടെ ഒന്ന് എടുത്തോട്ടെ. ഞാൻ വിചാരിച്ചു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യം വരില്ല എന്ന്, പക്ഷേ കാർഡ്സിനൊക്കെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വേറെ കാർഡ്സിൻ്റെ ആവശ്യം ഉണ്ടാവും. ഓക്കെ, സോ പവർ എനർജീസ് ആണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഞാനിവിടെ കുറച്ച് സിറ്റുവേഷൻസ് പറയാം നിങ്ങളുടെ റിലേഷൻ്റെ പ്രസൻ്റ്ലി. ഫോർ സം ഓഫ് യു നിങ്ങളത് മാരിറ്റൽ റിലേഷൻഷിപ്പാണ്. നിങ്ങൾ മേ ബി വിഡോ ആയിരിക്കാം. നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി അവരും മാരീഡ് ആയിരിക്കാം. അവർക്കൊരു ഫാമിലി ഉണ്ട്. മേ ബി അവരുടെ ഫാമിലിയിൽ അത്രയും കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് അല്ലാതെ പോകുന്നത് കൊണ്ട് തന്നെ അവരുടെ വീട്ടിലുള്ളവരും ഈ ഒരു വ്യക്തിയും അവരുടെ വൈഫിനെ അല്ലെ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്യാം എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുകയായിരിക്കും. മനസ്സിലായോ? ഡിവോഴ്സ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും നിൽക്കുന്നുള്ളത്. അത് മ്യൂച്വൽ ഡിവോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ മ്യൂച്വൽ ഡിവോഴ്സ് അല്ല. ഈ നിങ്ങളുടെ പേഴ്സൺ, എൻ്റെ വ്യൂവേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണ് ഈ റിലേഷൻ വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഈ ഒരു റിലേഷൻ ഇനി സ്റ്റെപ്പ് ബാക്ക് ചെയ്യാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു എസ്സും ഇല്ല, ഒരു നോയും ഇല്ല. ആൾ സൈലൻ്റ് ആണ്. ഓക്കെ, ഇതാണ് കുറച്ച് പേരുടെ സിറ്റുവേഷൻസ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻസ് എനിക്കിവിടെ ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ടായിരിക്കാം നിങ്ങൾ ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്നുള്ളത്. നിങ്ങൾ വൈഫുമായിട്ടായിരിക്കാം ഡിവോഴ്സിന്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഡിവോഴ്സ് ചെയ്യാനായിട്ട്, കേട്ടോ? അങ്ങനത്തെ ഒരു എനർജി. നിങ്ങൾ അവരോട് കൂടുതൽ കാര്യം പറയുമ്പോൾ അവർ ജസ്റ്റ് നൈസായിട്ട് ഒഴിഞ്ഞു മാറി പോകുന്നൊരു എനർജിയിലായിരിക്കും ആ ഒരു പേഴ്സൺ നിൽക്കുന്നുള്ളത്. ഈ ഒരു സിറ്റുവേഷനാണ് സെക്കൻഡ് സിറ്റുവേഷനായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോർമലായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആവാം. അതിൽ മാരേജിനെ കുറിച്ചിട്ട് ഓർത്തിട്ട് നിങ്ങൾക്ക് ഒത്തിരിയധികം ടെൻഷൻസ് ഉണ്ടാവാം. മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ഇവരുടെ ഫാമിലി സമ്മതിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അതുകൊണ്ട് അതിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം. ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് കാരണം കൊണ്ട് ശരിക്കും മാരേജിന് വേണ്ടിയിട്ട് ഫാമിലി സമ്മതിക്കുന്നുണ്ടാവില്ല. അതാണ് മൂന്നാമതൊരു സിറ്റുവേഷനായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്തത്. ഓവറോൾ എനർജീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ അവർക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നിങ്ങൾ, 2 ഫാമിലി. ഇതിൽ ഏത് മേ ബി കുറച്ച് പേർക്കൊക്കെ കരിയർ ആയിരിക്കാം, കേട്ടോ? കുറച്ച് പേർക്കൊക്കെ കരിയർ ആയിരിക്കാം. സോ ഇത് രണ്ടിടത്തിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനേ ഈ ഒരു വ്യക്തിക്ക് ഒരു മൊമെൻറ്റിൽ പറ്റുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ കരിയർ ചൂസ് ചെയ്യുക. ഈ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലുള്ളത്. പക്ഷേ ഇവർക്ക് ഏത് ചൂസ് ചെയ്യണം നടത്തില്ല. പക്ഷേ ഇതിനെ രണ്ടിടത്തിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം എന്നും ആൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഞാനിത് രണ്ടിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് പോകും എന്ന് ഈ ഒരു വ്യക്തിക്ക് ഇവർക്കും അതർത്ഥത്തിൽ ഇവരോട് തന്നെ ചോദിക്കുന്ന കാര്യമാണ്. ഞാൻ ഇത്രയും 2 സിറ്റുവേഷൻസ്, ഈ ഒരു 2 സിറ്റുവേഷൻസിനെ ഞാൻ എങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകും?
ഹൗ എന്നുള്ളൊരു എനർജിയിലാണ് ഇവിടെ ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. നല്ല രീതിക്ക് ഡൗൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നേരെ ചൊവ്വനെ ഒന്നും ഉറങ്ങുന്ന പോലും ഉണ്ടാവില്ല. ഇത് കണ്ടില്ലേ, ഈ ഒരു എനർജിയാണ് എനിക്കിവിടെ സെൻസ് ചെയ്ത ഈ ഒരു വ്യക്തിയുടെ. കണ്ടില്ലേ, നേരെ ചൊവ്വനെ ഒന്നും ഉറങ്ങുന്ന പോലും ഉണ്ടാവില്ല. ആൻസൈറ്റി, ഡിപ്രഷൻ, ഈ ഒരു എനർജിയിലായിരിക്കും ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. ഓക്കെ, അവിടെ ഈ ഒരു വ്യക്തിക്ക് ഹോപ്പുണ്ട്. എത്രയൊക്കെ ഡൗൺ ആണെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻസിനെയൊക്കെ ഹെവി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട്സ്, ഒരു ശുഭാപ്തി വിശ്വാസം എവിടെയോ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും മൊത്തത്തിൽ എന്താ പറയുക, ഒന്നിനും വയ്യാത്തൊരു അവസ്ഥ. ലൈക്ക് നമുക്കിപ്പോൾ മനസ്സിൽ ഭയങ്കര സങ്കടം ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്കൊന്നും ദേഹമൊക്കെ തളരുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻസ് വരത്തില്ലേ. സോ അങ്ങനത്തെ ഒരു എനർജീസാണ് ഈ ഒരു വ്യക്തിയിൽ വരുന്നുള്ളത്. മേ ബി റീസെൻ്റ് ആയിട്ട് ഈ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ ഡ്രീംസ് കണ്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡ്രീംസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഡ്രീംസ് ലൈക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള ഡ്രീംസ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തൊക്കെയോ ഡ്രീംസ് ഈ ഒരു വ്യക്തി കണ്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ സം ഓഫ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഈ ഒരു വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സ് ഒത്തിരിയധികം പ്രഷർ ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടും പ്രഷർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇവരിങ്ങനെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും അവരുടെ ഫാമിലി മെമ്പേഴ്സ്. ഡസൻ മാറ്റർ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഫാമിലി ടോക്സിക് ആയിരിക്കും, ഫാമിലി കാർമിക് ആയിരിക്കും. ഈ ഒരു വ്യക്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടം വലം തിരിയാനായിട്ട് അനുവദിക്കുന്നുണ്ടാവില്ല. വളരെ വെൽ നോൺ ആയിട്ടുള്ളൊരു ഫാമിലി ആയിരിക്കും. നാട്ടിലൊക്കെ ഒരു നെയിമും ഫെയിമും ഒക്കെ ഉള്ളൊരു ഫാമിലി ഉള്ളൊരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ശരിക്കും ഇത്രയും തല പൊഹിക്കുന്ന ആ ഒരു ടൈമിൽ പോലും ആൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഗോയിങ് വിത്ത് ദി ഫ്ലോയിൽ പോകാം, പോകെ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി വരും. അപ്പോൾ ഒരു ഹെൽത്തി ഡിസിഷൻസ് എടുക്കാം എന്നുള്ളൊരു എനർജി ആയിരിക്കും ഇവിടെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ലൈക്ക് എഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തി മേ ബി നിങ്ങളുടെ അടുത്ത് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലായിരിക്കും ഇരിക്കുന്നത്. എന്ന് വെച്ച് ടോട്ടൽ സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് അല്ല, ചില സമയത്ത് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ചില സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു എനർജി. Why here is 9 of Swords, ദ ഔട്ട്സൈഡറിൻ്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ വന്നിട്ടുള്ളത്. ശരിക്കും ഇവർ ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലൈഫിൽ പ്രസൻ്റ്ലി എല്ലാ കാര്യങ്ങളും എന്താ പറയുക, നിങ്ങളിപ്പോൾ പ്രസൻ്റ്ലി ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ലൈഫിലിപ്പോൾ മൊത്തത്തിൽ ഈ ഒരു വ്യക്തിക്ക് എല്ലാം ഒരു മോശപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്. എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും എല്ലാത്തിനും ശരിക്കും ഒരു ബൗണ്ടറി ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചാൽ അതിലൊരു ബ്ലോക്കേജസ് ആണ് എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കേജസ് ഒന്നും ഇല്ല. ഈ ഒരു വ്യക്തി ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ട്, ശരിക്കും ഈ ഒരു ഓവർ തിങ്കിങ് കാരണം കൊണ്ടാണ് ശരിക്കും ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഒരു ബ്ലോക്കേജസ് ഉള്ളതായിട്ട് തോന്നുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും എന്ത് കാര്യങ്ങൾക്ക് പുറപ്പെട്ടാലും ഒരു ബ്ലോക്കേജസ് ഉള്ളതായിട്ട് തോന്നുന്നതിന് മെയിൻ റീസൺ ഇവിടെ ഈ ഒരു വ്യക്തി ഇത്രയും ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അതർവൈസ് നോട്ട്. അല്ലാതെ വലിയൊരു എന്താ പറയുക ബ്ലോക്കേജസും കാര്യങ്ങളും ഒന്നും തന്നെ ഇവരുടെ ലൈഫിലില്ല. പക്ഷേ ഓവർ തിങ്ക് ചെയ്ത് ഇല്ലെങ്കിലും ഇല്ലാത്ത നെഗറ്റിവിറ്റിനെ അട്രാക്റ്റ് ചെയ്ത് അവിടെ ഒരു ബ്ലോക്കേജസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മൈൻഡ് ശാന്തമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ മൈൻഡ് ശാന്തമല്ലെന്നുണ്ടെങ്കിൽ ഒന്നും പറ്റത്തില്ല, ക്ലാരിറ്റി ഉണ്ടാവില്ല, നിങ്ങൾക്ക് നല്ലൊരു ഡിസിഷൻ ഹെൽത്തി ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പം നമ്മൾ ധൃതി പിടിച്ച് എന്ത് ഡിസിഷൻസ് എടുത്താലും അത് മണ്ടത്തരമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഒരു ഡിസിഷൻസ് എടുക്കാത്തത് നിങ്ങളുടെ റിലേഷന് വേണ്ടിയിട്ട്. മനസ്സിലായോ? അതായത് ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ ഒരു ഡിസിഷൻസ് ഇത്രയും ഓവർ തിങ്ക് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയിൽ ഒരു ഡിസിഷൻസ് എടുത്താൽ അത് ശരിക്കും മണ്ടത്തരമായി പോവും എന്നാണ് ആൾ ചിന്തിക്കുന്നത്. ആൾക്ക് ശരിക്കും ഒരു സോൾ കണക്ഷൻ നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യാറുണ്ട്. മേ ബി ഈ ഒരു വ്യക്തി ഡ്രീമിലൊക്കെ നിങ്ങളെ കാണുന്നുണ്ടാവാം, നിങ്ങളുമായിട്ടൊരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ആ ഒരു എനർജീസും എനിക്കിവിടെ 2 of Cups, സോൾമേറ്റ് കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം, പാസ്റ്റ് ലൈഫ് ആയിരിക്കാം. ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവരും പാസ്റ്റ് ലൈഫ്, ട്വിൻ ഫ്ലെയിം കണക്ഷൻസ് ഒക്കെ ആയിരിക്കാം. ക്ലിങ്കിങ് ടു ദ പാസ്റ്റ്. ബോട്ടം ഓഫ് ദി ഡ്രീമിൻ്റെ കാർഡ് എഗെയിൻ 6 of Cups ആണ്. ഈ 6 of Cups, സ്റ്റാർ, ഇത്രയും കാർഡ്സുകൾ, വേറെ 2 of Cups, ലവേഴ്സിൻ്റെ ഓഷോയുടെ ഡെക്സുകളെല്ലാം ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് ജേണിയെ കാണിക്കുന്ന, പാസ്റ്റ് ലൈഫിനെയൊക്കെ കാണിക്കുന്ന കാർഡ്സുകളാണ്. സോ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നമുക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്.
നിങ്ങൾക്ക് തന്നെ ഓൾറെഡി അറിയാമായിരിക്കും ഈ ഒരു വ്യക്തി പാസ്റ്റ് ലൈഫാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്കും അതറിയാം. പക്ഷെ അത് അവരോട് പറയുന്നുണ്ടാവില്ല. ഇവരത്ര സ്പിരിച്വൽ ആവില്ല. ശരിക്കും ഇവർ നിങ്ങളുടെ റിലേഷനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഇവർ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം ഒരു ബോണ്ട് അല്ലെങ്കിൽ ഒരു റിലേഷൻ എന്നുള്ള ഒരു പേര് കൊടുത്ത് വെക്കാൻ പറ്റുന്നൊരു റിലേഷനല്ല. ശരിക്കും അത് നിങ്ങളെന്നുള്ള ഒരു വ്യക്തി, ഇപ്പം നമ്മൾ പറയും വൈഫാണെങ്കിൽ വൈഫാണെന്ന് പറയും, ബ്രദറാണെങ്കിൽ ബ്രദർ, അങ്ങനെയല്ലേ. പക്ഷെ നിങ്ങളുമായിട്ട് വളരെയധികം ഒരു സോൾ കണക്ഷനാണ്, ജന്മജന്മങ്ങളായിട്ടുള്ള ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഒരു സോൾ കണക്ഷനാണ് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ അത് കട്ട് ഓഫ് ആയി പോകുമ്പോൾ ശരിക്കും ഒരു വ്യക്തിയുടെ ഉള്ളിലൊരു ആ ഒരു സോളിൻ്റെ ആ ഒരു സോൾ ലെവലിൽ പെയിൻ അനുഭവപ്പെടാറുണ്ട്. അതെന്താണെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയുന്നില്ല. ശരിക്കും ഓവറോൾ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു കണക്ഷൻ വിട്ട് കളയാനായിട്ടോ ഈ ഒരു കണക്ഷനിൽ നിന്ന് പോകാനായിട്ടോ പറ്റാത്തൊരവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവരിപ്പം പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ എടുക്കണ്ടെന്നാണ് ഇവർ വിചാരിക്കുന്നുള്ളത്. ഇവർ വിചാരിക്കുന്നു ലൈക്ക് കുറച്ചുകൂടി ടൈം ഉണ്ടല്ലോ, ഗോയിങ് വിത്ത് ഫ്ലോയിൽ പോകാം. ഈ ഫുൾ കാർഡും ഈ ഒരു ഗോയിങ് വിത്ത് ഫ്ലോയുടെ ഡയറക്റ്റ് കാർഡും രണ്ടും ഒന്ന് തന്നെയാണ്, മേജർ അർക്കാനാസ്. സോ അങ്ങനെയാണ് ആൾ ചിന്തിക്കുന്നത്. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട, നോക്കാം എവിടം വരെ പോകും നോക്കാം, അതിനുശേഷം എന്താ പറയുക ഒരു തീരുമാനം എടുക്കാം. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ. ഇവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ശരിക്കും കിടന്ന് ഉറങ്ങാറ് പോലുമില്ല. അല്ലെങ്കിൽ ഇവരിങ്ങനെ ഇതുപോലുള്ള ഈ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഇവരിങ്ങനെ ശരിക്കും തലപുകച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. റീസെൻ്റായിട്ട് ഈ ഒരു വ്യക്തി ഉറങ്ങിയിട്ട് കുറേ നാളുകളായിട്ടുണ്ടാകും. മേ ബി ഒരു 9 days ആയിട്ട് ഈ ഒരു വ്യക്തി പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല, റെസ്റ്റ് എടുത്തിട്ടുണ്ടാവില്ല. എപ്പോഴും ഫുഡ് കഴിക്കുന്ന ടൈമിലാണെങ്കിലും ഇരിക്കുന്ന ടൈമിലാണെങ്കിലും എപ്പോഴും ഈ ഒരു വ്യക്തി റൂമിൽ തന്നെ ആയിരിക്കാം മേ ബി ഇരിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് വന്നിട്ട് റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ടോ, ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഒരു ഹെർമിറ്റ് ഫേസിലായിരിക്കും ഒരു വ്യക്തി ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് റീഡിങ്സിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഹിറ്റ് ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.